അടുത്ത 12 മാസത്തിൽ ഡോളറിനെതിരെ രൂപ ശക്തിപ്പെടും എന്ന വിവരങ്ങൾ. ഡോളറിന് 81 രൂപയാകുമെന്ന് വിദഗ്ധർ കണക്കുകൂട്ടുന്നു. ആഗോള നിക്ഷേപക ബാങ്കിംഗ് സ്ഥാപനമായ ഗോൾഡ്മാൻ സാക്സ് ആണ് ഈ വിവരം പങ്കുവയ്ക്കുന്നത്. വിദേശത്തു നിന്നും വൻതോതിൽ വിദേശ നിക്ഷേപം ഇന്ത്യയിൽ എത്തും എന്നതിനാലാണ് ഇത് എന്നും ഗോൾഡ്മാൻ സാക്സ് കണക്കുകൂട്ടുന്നു. രൂപ ശക്തിപ്പെടാനുള്ള എല്ലാ ഘടകങ്ങളും ഇന്ത്യക്കുണ്ട്. കുറഞ്ഞ വിദേശ കടം, കുറഞ്ഞ കറന്റ് അക്കൌണ്ട് കമ്മി, പൊതുവിപണിയിലെ ശക്തമായ മൂലധന ഒഴുക്ക്, ആവശ്യത്തിനുള്ള വിദേശ നാണ്യശേഖരം, ഇതെല്ലാം ഇന്ത്യക്ക് അനുകൂലമായ ഘടകങ്ങളാണ്. ഇന്ത്യയുടെ കറന്റ് അക്കൌണ്ട് കമ്മി 2023 GDP-യുടെ 1%, 2024 GDP-യുടെ 1.3% ആയിരിക്കുമെന്നും ഗോൾഡ്മാൻ സാക്സ് കണക്കുകൂട്ടുന്നു. നേരത്തെ ഇത് യഥാക്രമം 1.3%, 1.9% ആയിരിക്കും എന്നായിരുന്നു കണക്കുകൂട്ടൽ. റഷ്യ ഉക്രൈൻ യുദ്ധം, ആഗോള സാമ്പത്തിക മാന്ദ്യം, ഇതൊക്കെ ഉണ്ടായിട്ടും ഇന്ത്യൻ രൂപ തളരാതെ പിടിച്ചു നിൽക്കുകയാണ്. ഡോളറിന് 82.78 രൂപ എന്ന നിലയിൽ വരെ ദുർബലമായ രൂപ ഇപ്പോൾ 81.84 കരുത്താർജിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗവേഷണ സ്ഥാപനങ്ങളും വിദഗ്ധരും പങ്കുവയ്ക്കുന്ന അഭിപ്രായം മറ്റൊന്നാണ്. അടുത്ത 10 വർഷത്തിനകം രൂപ കരകയറും. 2030 ഒരു ഡോളറിന് 70 രൂപ എന്ന നിലയിലെത്തും. അതിനുള്ള അടിത്തറയാണ് മോദി സർക്കാർ ഒരുക്കുന്നത്. അതേസമയം ഡോളർ ഇനിയും തകർന്നടിയുമെന്നും UBS സെക്യൂരിറ്റീസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ പറയുന്നുണ്ട്. കാരണം 2023 മാർച്ചിലെ കണക്ക് പ്രകാരം US-ൽ ഉൽപാദന പ്രവർത്തനങ്ങൾ ഏകദേശം 3 വർഷത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിലൂടെ റഷ്യയെ തകർക്കാനുള്ള ഗൂഢപദ്ധതിയുമായി അമേരിക്ക മുന്നോട്ട് പോയപ്പോൾ മറ്റു ലോകരാഷ്ട്രങ്ങളെല്ലാം അവരുടെ സ്വന്തം കറൻസി ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു. ഈ സാമ്പത്തിക വർഷം മുതൽ രാജ്യാന്തര വ്യാപാര ഇടപാടുകൾ ഡോളറിൽ വേണ്ട രൂപയിൽ തന്നെ വിനിമയം നടത്താൻ ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയുടെ ഉൽപാദനക്ഷമതയുടെ കാര്യത്തിൽ വൻ കുതിപ്പിലാണ്. ഒപ്പം അന്താരാഷ്ട്ര വ്യാപാരത്തിലും ഇന്ത്യ കുതിക്കുകയാണ്. ഈ രണ്ട് ഘടകങ്ങളും ഡോളറുമായുള്ള വിനിമയത്തിന്റെ കാര്യത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യവർധന ഉറപ്പാക്കുന്നു. 2030 ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 70 രൂപയിൽ എത്തുമെന്ന് ധനകാര്യ ഗവേഷണ സ്ഥാപനമായ ക്യാപിറ്റൽ എക്കണോമിക്സ് പറയുന്നു. ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്ത് മുന്നോട്ട് പോകുന്ന രാജ്യമായതിനാൽ അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവിലയും രൂപയുടെ മൂല്യത്തെ സ്വാധീനിക്കും. പല രാഷ്ട്രങ്ങളും ഡോളർ ക്ഷാമം മൂലവും യുദ്ധ സാഹചര്യം മൂലവും ഡോളറിൽ ഇടപാട് ഒഴിവാക്കുകയാണ്. അതിനകം ഏകദേശം 18 രാഷ്ട്രങ്ങൾ രൂപയിൽ ഇന്ത്യയുമായി ഇടപാട് നടത്താൻ സമ്മതിച്ചു കഴിഞ്ഞു. റഷ്യ, സിംഗപ്പൂർ, ശ്രീലങ്ക, ബോട്സ്വാന, ഫിജി, ജർമ്മനി, ഗയാന, ഇസ്രയേൽ, കെനിയ, മലേഷ്യ, മൗറീഷ്യസ്, മ്യാൻമർ, ന്യൂസിലൻഡ്, ഒമാൻ, സീഷെൽസ്, ടാൻസാനിയ, ഉഗാണ്ട, UK എന്നിവയാണ് ഈ രാജ്യങ്ങൾ. ഇതുവഴി രൂപ ഒരു അന്താരാഷ്ട്ര കറൻസിയായി മാറുകയാണ്. പല രാജ്യങ്ങളുടെ കയ്യിലും ഡോളർ ഇല്ലാത്തതിനാൽ വ്യാപാരം നടക്കാൻ സ്ഥിതിവിശേഷം മറികടക്കുന്നതിനെ സഹായിക്കാനാണ് ഇന്ത്യയുടെ ഈ നീക്കം. ഇന്ത്യയിലെ പല ബാങ്കുകളും അന്താരാഷ്ട്ര ഇടപാടുകൾ സുഗമമായി നടത്താൻ ഓസ്ട്രോ അക്കൗണ്ടുകൾ തുറന്നു കഴിഞ്ഞു. റഷ്യയിലെ പ്രധാന ബാങ്കുകളായ ഷെയർ ബാങ്ക്, VTB ബാങ്ക്, ഗ്യാസ്പ്രോം ബാങ്ക് എന്നിവയ്ക്ക് ഇന്ത്യൻ രൂപയിൽ ഇടപാട് നടത്താൻ ഓസ്ട്രോ അക്കൗണ്ടുകൾ തുറക്കാൻ റിസർവ് ബാങ്ക് അനുമതി നൽകി കഴിഞ്ഞു. 2030 ഇന്ത്യയുടെ കയറ്റുമതി 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനും മോദി സർക്കാർ ലക്ഷ്യമിടുന്നു. അതിനും ഡോളർ ഒരു തടസ്സമാകരുത് എന്ന് ഇന്ത്യ ശഠിക്കുന്നു. ശരിക്കും ഒരു വികസിത രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റാനാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.